കാരണം രാമനാമം വളരെ പ്രസക്തമാണ്, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഭക്തന്മാരുടെ, കാശിയിലെത്തുന്ന ഭക്തന്മാരുടെ ചെവിയില് സ്വയം ഊതിക്കൊടുക്കുന്ന മന്ത്രമാണെന്ന് പറയും താരക ബ്രഹ്മ മന്ത്രം. ആ താരക ബ്രഹ്മ മന്ത്രം എന്താണ്? ഭഗവാൻ സ്വയം ധ്യാനത്തിന് ഉപയോഗിക്കുന്നതാണ്. ആ മന്ത്രം അതേപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഭാവത്തില് ആരെത്തിയിട്ടില്ല? രത്നാകരൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് തിരിച്ചു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അനേക കാലം എന്ത് ചെയ്യുക? ഈ മന്ത്രം ജപിക്കുക. ഞങ്ങൾ വന്ന് വിളിക്കുന്നത് വരെ ജപിക്കുക. വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യാം? നിർത്തിയിട്ട് പോരാ. അതുവരെ എന്ത് ചെയ്യാം? ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെ കുറെ കാലം രാമ 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 ജപിച്ച് എന്തായിട്ട് മാറി? രാമ 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 എന്നായിട്ട് മാറി. അനേകായിരം സംവത്സരം കഴിഞ്ഞ് അവർ വന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു വൽമീകം കാണാണ്, ചിതൽപ്പറ്റ് കാണാണ്. ആ ചിതൽപ്പറ്റിൽ നിന്ന് ആര് വന്നു എന്നാ പറയുന്നത്? വാൽമീകി വന്നു എന്നാ പറയുന്നത്. രത്നാകരനല്ല വന്നത്, സാക്ഷാൽ വാൽമീകി മുനിയാണ്. കാരണം രത്നാകരൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ അവസാനിച്ചു. ആ വാൽമീകി മുനിയാണ് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ് ചെയ്ത് വീഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ശോകമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ശ്ലോകമായിട്ട് മാറുന്നത്. ശോക ശ്ലോകത്വമാഗത എന്ന് പറയും. മാനുഷാദ എന്ന് ഉറക്കെ പറഞ്ഞു, അരുത് കാട്ടാള, മാനുഷാദ, അരുത് കാട്ടാള. ആ ഒരു ദുഃഖമാണ് പിന്നീട് ശ്ലോകമായിട്ട് മാറുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, മനുഷ്യനെ വധിക്കാൻ മടിയില്ലാതിരുന്ന ഒരാള് ഭഗവാന്റെ നാമം ജപിച്ച് തന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദുഷ്ടാനാംബതയേ നമഃ എന്ന് നമ്മൾ നമിച്ച ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ ആരായിട്ട് മാറി? ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ വധിക്കുമ്പോൾ ഉത്കടമായിട്ടുള്ള ദുഃഖം പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് മാറി. ആ ദുഃഖം പിന്നീട് ഒരു ചോദ്യമായിട്ടാണ് മാറുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് എന്ത്? രാമായണം. എന്താ ചോദ്യം? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ വശ്യ വീര്യവാൻ. നാരദ മുനിയോട് ചോദിക്കുകയാണ്, അല്ലയോ നാരദരെ, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ വശ്യ വീര്യവാൻ. അല്ലയോ നാരദരെ, ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഗുണങ്ങളും എല്ലാ വീര്യങ്ങളും ചേർന്നിട്ടുള്ള വ്യക്തി ആരാണ്? അപ്പോഴ് നാരദ മുനിയുടെ ഉത്തരം എന്താണ്? ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമ ജനേശ്വരഃ.